ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുടവെടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങിലോട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണമായിട്ട് മാരേജ് പ്രമാണിച്ച് നമ്മൾ പുടവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മുവിൻ്റെ ഫാമിലിയും ആയിട്ടാണ് പോകുന്നത്. ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പോയത് ജയലക്ഷ്മി സിക്സിലോട്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ആക്ച്വലി നല്ല സാരീസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉള്ളത്, വെഡ്ഡിങ് സാരീസ്. അപ്പോൾ വെഡ്ഡിങ് സാരിയുടെ അവിടെ തന്നെ നമ്മൾ എത്തി. അവിടെ എത്തി അങ്ങനെ നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല വലുതാണ് ജയലക്ഷ്മി സിൽക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് കയറുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് ആദ്യമേ തന്നെ സാരി നോക്കാൻ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ വേറൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമുക്ക് ടൈം നല്ല കുറവാണ്. ആകെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ചെറുക്കൻ കിടന്ന് ഓടുന്നുണ്ട് അവിടെ. മുമ്പേ അവനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് സാരി എടുക്കാൻ. അറിയാൻ വയ്യ അവൻ അറിയാമോ ഇല്ലയെന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാര്യം അവിടെ അത്യാവശ്യം നല്ല സർവീസൊക്കെ അത്യാവശ്യം നല്ല പക്കയാണ്. കാര്യം നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്കൊരു സെയിൽസ് ഗേൾ ഞാൻ അവർ അസൈൻ ചെയ്ത് തന്നു. കാര്യം അവർ തന്നെയായിരുന്നു നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് സാരി വേണമെന്നും എങ്ങനത്തെ വേണമെന്നും അവർ ആദ്യമേ നമ്മളെ കൊണ്ടുപോയതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെക്ഷനിലോട്ടാണ്. അത് ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി ഗൈസ്. കാര്യം നമ്മൾ ഇവിടെ കയറിയിരുന്നെങ്കിൽ നമ്മൾ നാളെ ആയാലും അടുത്ത ദിവസമായാലും നമ്മൾ ഇറങ്ങി തീരുമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പറഞ്ഞു നമുക്ക് ലക്ഷറി ഐറ്റംസിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ ഇനി അമ്മു സെലക്ട് ചെയ്യാനിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറയാലോ ഗൈസ്, ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെഡ് അല്ല ഈ ലോകത്തുള്ളത്. റെഡിന് തന്നെ 100 വെറൈറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെ റെഡ് ആണെന്നൊന്നും അറിയാൻ വയ്യ. ബ്രിക്ക് റെഡ് എന്നോ ഈ ക്രോസോൺ റെഡോ എന്തൊക്കെ എന്തോ. ഹോ, ഇവിടെ വന്നിട്ടാണ് ഗൈസ് മനസ്സിലാക്കുന്നത്. ലിപ്സ്റ്റിക് വാങ്ങാൻ പോകുമ്പോഴും ഈ ഒരു സാരി വാങ്ങാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏതൊക്കെ ടൈപ്പിൽ റെഡ് ഉണ്ടെന്നുള്ളത്. ഹോ, ഇതെല്ലാം റെഡ് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇതിനെ റോസ് എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അവള് കൂടെ കൂടെ കാലി ചവിട്ടിയിട്ട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ അവിടെ. കാര്യം ഇതെല്ലാം റെഡ് കളറായിരുന്നു, റെഡിന്റെ പല പല വേരിയൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓ, എനിക്കൊക്കെ കണ്ടിട്ട് റെഡും പച്ചയും നീലയും മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഇവർ ഇതിലൊക്കെ ബ്രിക്ക് റെഡ് എന്ന് പറയുന്നുണ്ട്, വേറെന്തൊക്കെയോ റെഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാരി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സാരി സെലക്ട് ചെയ്തു, രണ്ട് മൂന്ന് സാരി സെലക്ട് ചെയ്തു. അതുപോലെ അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണമായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ അത് സെലക്ട് ചെയ്തു. അപ്പം ഞാനിവിടെ ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വേറെ ഏതൊക്കെയോ കൂറ സാരിയൊക്കെ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാതെ അമ്മ നല്ലൊരു സാരി തന്നെ എടുത്തിട്ടുണ്ട്. അത് അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവളത് ട്രൈ ചെയ്ത് നോക്കുവാണ്. അതുപോലെ തന്നെ അവർ നല്ലോണം അത്യാവശ്യം എങ്ങനെയാണ് അത് വേണ്ടതെന്നുള്ള രീതിയിൽ ഫുള്ള് കാര്യങ്ങളും ചോദിച്ചു. അവർ രണ്ട് കളർ നമുക്ക് മാച്ച് ആവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ സ്കിൻ ടോൺ അനുസരിച്ച് എങ്ങനെയാണൊക്കെ നോക്കി. അപ്പോൾ ഞാനൊക്കെ അവിടെ പോസ്റ്റ് അടിച്ച് നല്ലപോലെ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. കാര്യം നിങ്ങളിത് കാണുമ്പോൾ ആക്ച്വലി ഇത് 4-5 മണിക്കൂർ എടുത്തൊരു പ്രോസസ്സാണ് ഗൈസ്. അതാണ് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും അല്ല, നല്ല ടൈം എടുത്തു അവിടെ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ അവിടുത്തെ സാരി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പിന്നെ അടുത്ത പോകുന്നത് കല്യാൺ സിൽസിലോട്ടാണ്. കാര്യം എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ നോക്കിയിട്ട് നല്ലൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരെ കല്യാണിലോട്ട് കയറി. കല്യാൺ സിൽസിൽ നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഗ്രൂമിന് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയായിരുന്നു. നമുക്കൊരു എക്സ്പെക്ട് ചെയ്ത ഏതാണോ അത് തന്നെ കിട്ടിയിരുന്നു അവിടെ നിന്ന്. അപ്പോൾ കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കല്യാണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. വെഡിങ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പാരഗണിൽ പോയി. പാരഗണിൽ പോയിട്ട് നമ്മൾ നേരെ ഇന്നത്തെ ദിവസം അവസാനിച്ച് എനിക്ക് തന്നെ ഫ്ലൈ ചെയ്യണമായിരുന്നു. ഫ്ലൈ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ വലുതായിട്ട് സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. കാര്യം എനിക്ക് ഈവനിങ് ആയിരുന്നു ഫ്ലൈറ്റ് തന്നെ. അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് വന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയായിരുന്നു ഗൈസ് നമ്മുടെ പുടവെടുക്കൽ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.